ഹലോ ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? നല്ല കൊഴുത്ത ഗ്രേവിയോട് കൂടിയ ഒരു ചിക്കൻ കറി, നെയ്ച്ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ ഒരു ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോൾ നിങ്ങളും ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ചിക്കൻ കറിക്ക് ആവശ്യമുള്ള മസാലയ്ക്ക് നമ്മൾ ചുവന്നുള്ളി, കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി മുളക് ഇതെല്ലാമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് എണ്ണ ചൂടാക്കി കഴിഞ്ഞ് കഴിയുമ്പം 2 മീഡിയം സൈസ് സവോള നല്ല ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത്, നല്ല തിന്നായിട്ട്, ചെറുതെന്നല്ല നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് ആ എണ്ണയിലിട്ട് അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നല്ല കറി ലീവ്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നമുക്ക് അതിനെ വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഒന്ന് എളുപ്പം ബ്രൗൺ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ നല്ല എളുപ്പത്തിൽ ബ്രൗണായി കിട്ടും. അപ്പോൾ ആ എണ്ണയിൽ കിടന്ന് അത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് ഈ സവാളയുടെ ആ പച്ചച്ചവയൊക്കെ മാറി നല്ല ബ്രൗൺ കളർ ആവുന്നവരെ അതിനെ വഴറ്റി റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഓൾമോസ്റ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ആ അരച്ച് വെച്ച പേസ്റ്റ്, അതായത് 1 കപ്പ് ചുവന്നുള്ളി, ഒരു 10-15 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ 5-6 കാന്താരി മുളക്, പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ജീരകം ഇതെല്ലാം കൂടെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചത് നമുക്ക് വഴറ്റി എടുക്കാം. ഇപ്പോൾ അതിൻ്റെ വെള്ളമയമൊക്കെ പോയി അത് നന്നായിട്ടൊന്ന് ബ്രൗണായി വന്നിട്ടുണ്ട്. ആ അരപ്പൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കിനി പൊടികളായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല ചതച്ച കുരുമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് ചെറിയ തീയിൽ വേണം ഇതിനെ വഴറ്റിയെടുക്കാനായിട്ട്. ആ പൊടികളെല്ലാം നന്നായിട്ട് വഴന്ന് എണ്ണ തെളിയുന്നവരെ നമുക്കതിനെ വഴറ്റി എടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്, അരപ്പൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഞാനകത്ത് ചിക്കൻ ലെഗ്സാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്നത്. ഒരു 6 to 7 പീസ് ഓഫ് ചിക്കൻ ലെഗ്സ് നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂണ് തൈര് ഒഴിച്ച് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്തിട്ട് ഇതിനെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ആ തൈരും മസാലയും ആ ചിക്കൻ ആ മസാലയിലും തൈരിലും കിടന്ന് ഒന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഒരു 2-3 മിനിറ്റ് തുറന്ന് വെച്ച് തന്നെ നമുക്കതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കതിനെ മൂടി വെച്ച് വേവിക്കാനായിട്ട്. ഇപ്പം മസാലയും ചിക്കനും തൈരും ഒക്കെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്കതിനെ മൂടി വെച്ചിട്ട് ഒരു മീഡിയം തീയിൽ കുക്ക് ചെയ്ത് എടുക്കാം. ഇപ്പം ഏകദേശം ഒരു 15 മിനിറ്റ്സ് ഞാൻ മീഡിയം തീയിൽ കുക്ക് ചെയ്ത് നോക്കി, തുറന്ന് നോക്കി. ആ ചിക്കനൊക്കെ ഒരു ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ ആ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരണം. ഒന്നും കൂടെ നമുക്ക് തുറന്ന് വെച്ച് തന്നെ നമുക്കതിനെ ആ ഗ്രേവിയൊക്കെ കുറുകി വരുന്നവരെ വേവിച്ച് റെഡിയാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡിയായി. ഇനി നല്ല നെയ്ച്ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ സെർവ് ചെയ്താൽ മാത്രം മതി.